കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജാലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതാ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്ന്. ആ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് 2 സ്വർണ്ണത്തിലകങ്ങളും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തിയ കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദ കട്ടയെയാണ് നട തുറന്ന സമയത്തുള്ള ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ആഹ്ലാദത്താൽ ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് ഓടി ചെന്നെടുക്കാനെല്ലാം തോന്നുന്നുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിയതാ സോപാനപ്പടിയുടെ അടുത്തേക്ക് അതാ അവർ ഓടി ഓടി ഓടിപ്പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കാൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ. ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചാലോ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കണ ആ സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന പുഞ്ചിരി തൂകുന്ന കണ്ണനെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിക്കാം. എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചോളൂ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിലേക്ക് ഇതാ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു. ആ കണ്ണനെ അവിടെ എത്തി. ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം. കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹം തന്ന് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. ഈ കലികാലത്ത് എല്ലാവരും ഭഗവാന്റെ തിരുനാമങ്ങൾ ഉറക്കെ ജപിക്കണം. അതുമാത്രമല്ല, നാമത്രയ മന്ത്രം അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ, ഈ മന്ത്രം ദിവസേന ഉപാസനാമട്ടിൽ നമ്മൾ ജപിക്കണം. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം എല്ലാം ഈ മന്ത്രം ജപിച്ചാൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രം ജപിക്കുക, പ്രാർത്ഥിക്കുക, കണ്ണൻ അനുഗ്രഹം നേടുക. നമുക്ക് ജീവിതത്തിലുടനീളം സൗഭാഗ്യങ്ങൾ ശ്രീ ഗുരുവായൂരപ്പന് വർഷിക്കട്ടെ. ഹരേ ഗുരുവായൂരപ്പ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.